20 വർഷം പഴക്കമുള്ള വാഹനം കൈവശം വെക്കുന്നതിന് ഇന ഫീസ് കുത്തനെ കൂടും. 20 വർഷത്തിന് ശേഷമുള്ള വാഹനങ്ങളുടെ ഫീസ് നിലവിലുള്ളതിനേക്കാൾ ഇരട്ടിയാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പുതുക്കിയ നിരക്ക് ഈടാക്കുമോ എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല. എന്തെന്നാൽ അധിക നികുതി നിരക്കുമായി ബന്ധപ്പെട്ട് 2022 മുതൽ കേരള ഹൈക്കോടതിയിൽ കേസ് ഉള്ളതിനാലാണ് ഇത്. 15 വർഷത്തിനു ശേഷം വാഹനങ്ങൾ പുതുക്കുന്നതിന് 2022 ഏപ്രിൽ 1 മുതൽ നിരക്ക് ഉയർത്തി കേന്ദ്രം നേരത്തെ ഉത്തരവിട്ടിരുന്നു. കേരള ഹൈക്കോടതിയിൽ കേസ് ഉള്ളതിനാൽ ഈ നിരക്ക് വാങ്ങുന്നില്ല. അധിക നിരക്ക് ഈടാക്കാൻ കോടതി അനുമതി നൽകിയാൽ അധിക തുക നൽകാമെന്ന സത്യവാങ്മൂലത്തോടെയാണ് ഉടമകളിൽ നിന്ന് പഴയ നിരക്ക് ഈടാക്കുന്നത്. അതേസമയം നിലവിലുള്ള ഉയർന്ന നികുതിക്ക് പുറമെയാണ് ഫീസും കേന്ദ്രം കുത്തനെ കൂട്ടിയിരിക്കുന്നത്. പഴയ വാഹനങ്ങൾ കൈവശം വെക്കുന്നത് പരമാവധി നിരുത്സാഹപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര നീക്കം. 15 മുതൽ 20 വർഷം വരെയുള്ള വാഹനങ്ങൾക്ക് നിലവിലെ നിരക്ക് തുടരും. നിലവിൽ പഴയ നിരക്ക് ഈടാക്കുന്ന കേരളം 20 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് പുതിയ നിരക്ക് ഈടാക്കിയാൽ ഭാരം കുത്തനെ കൂടും. മറ്റ് സംസ്ഥാനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾക്ക് 1000 രൂപ ഈടാക്കുമ്പോൾ കേരളം 300 രൂപയാണ് ഈടാക്കുന്നത്. 20 വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഇത് ഒറ്റയടിക്ക് 2000 രൂപ കൂടും. മുച്ചക്ര വാഹനത്തിന് കേരളം ഈടാക്കുന്നത് 600 രൂപ. കേന്ദ്രം പ്രഖ്യാപിച്ച നിരക്കനുസരിച്ച് ഇത് 5000 രൂപ. കാർ 600 രൂപ. 20 വർഷം കഴിഞ്ഞവയ്ക്ക് കേന്ദ്രം പ്രഖ്യാപിച്ച നിരക്ക് അനുസരിച്ച് വാങ്ങുന്നത് 10000 രൂപ. ഇറക്കുമതി ചെയ്ത ഇരുചക്ര വാഹനം അല്ലെങ്കിൽ മുച്ചക്ര വാഹനം 20000 രൂപ. 20 വർഷം കഴിഞ്ഞവയ്ക്ക് കേന്ദ്രം പ്രഖ്യാപിച്ച നിരക്ക് പ്രകാരം ഇത് 2500 രൂപയാകും. ഇറക്കുമതി ചെയ്ത 4 ചക്ര വാഹനത്തിന് കേന്ദ്രം 5000 രൂപ ഈടാക്കുമ്പോൾ 80000 രൂപയാണ് കേന്ദ്രം വാങ്ങുന്നത്. മറ്റ് വാഹനങ്ങൾക്ക് 3000 രൂപയും കേന്ദ്രം പ്രഖ്യാപിച്ച നിരക്ക് പ്രകാരം 12000 രൂപയുമാണ്.